नाम को मैं फिर से धन्यवाद और स्तुति करता हूँ। ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. आप सभी प्रियजनों को एक बार फिर मसीही वंदना। എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. हमारे प्रिय लोग बन्नी ब्रदर परिवार गांव गए हुए हैं, उनकी यात्रा में भी परमेश्वर ने मदद किया। നമ്മുടെ ബെന്നി ബ്രദർ കുടുംബമായി നാട്ടിലേക്ക് പോയിരിക്കുന്നു. അവരുടെ യാത്രയിലും ദൈവം കൂടെയിരുന്നു. परमेश्वर के नाम की स्तुति हो। ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. पहले एक छोटा सा संदेश मैं आप तक पहुंचाना चाहता हूं। പ്രാരംഭമായി ഒരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. हमने आज पढ़ा യോഹന്നാ 11वां अध्याय। നാം ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുകയുണ്ടായി. हम जानते हैं मत्ती, मरकुस, लूका सिनॉप्टिक गॉस्पल के नाम से जाना जाते हैं, यानी समानांतर सुसमाचार। മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങളായി കാണപ്പെടുന്നു എന്ന് നമുക്കറിയാം. क्योंकि उन तीनों पुस्तकों में लगभग सभी बातें बराबर है। എന്തുകൊണ്ടെന്നാൽ ആ മൂന്ന് സുവിശേഷങ്ങളിലും ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. लेकिन उन तीनों से हटकर यूहन्ना अपना सुसमाचार की पुस्तक हमें लिख कर दी है। ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ നമുക്ക് തന്നിരിക്കുന്നത്. മൂന്ന് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നിന്നും सुसमाचार एक ही है, लेकिन सुसमाचार की किताबें 4 है। സുവിശേഷം ഒന്ന് മാത്രമാണ്, എന്നാൽ സുവിശേഷ ഗ്രന്ഥങ്ങൾ 4ആണ്. और एक 5वां सुसमाचार भी सुनाते हैं, शायद आपको याद होंगे ना। അഞ്ചാമത്തെ സുവിശേഷ ഗ്രന്ഥവുമുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. नहीं, बाइबल से याद है किसी को? हिब्रूस, इब्रानियों की किताब, എബ്രായ ലേഖനം. और एक 6वां सुसमाचार और है, ഒരു 6ാമത്തെ സുവിശേഷം വീണ്ടുമുണ്ട്. लेकिन वो इस किताब के अंदर नहीं है। അത് ഈ പുസ്തകത്തിലില്ല. वो है हम लोग, നാം ആണ് ആ സുവിശേഷം. या चल फिरने वाला सुसमाचार। എപ്പോഴും ചലിക്കുന്നതായ നമ്മുടെ ജീവിതം. तो ठीक है, वापस आते हैं। तो इसीलिए यूहन्ना बाकी लोगों से बिल्कुल हटकर हमें कुछ लिख के दिया है। അതുകൊണ്ട് യോഹന്നാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിലത് നമുക്ക് എഴുതി തന്നിരിക്കുന്നു. आपको याद होंगे हमने मनन किए थे कि बाइबल के लेखकों में सबसे मुख्य लेखक है यूहन्ना। വേദപുസ്തകത്തിലെ എഴുത്തുകാരിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന എഴുത്തുകാരനാണ് യോഹന്നാൻ. क्यों? आपको याद होंगे। എന്തുകൊണ്ടാണെന്ന് കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും. याद है किसी को? तो मैं जरूर आप लोगों से कुछ पैसा उधारी ले सकता हूं। ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്പം പൈസ കടം വാങ്ങിക്കുവാൻ താല്പര്യപ്പെടുന്നു. क्योंकि आप तो भूल जाओगे, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മറന്നുപോകും. है ना। कई बार मैंने आपको बताया था, बहुत ही नजदीकी दिनों में भी बताया था कि यूहन्ना सबसे खास लेखक है। അനേകം തവണ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ഈ അടുത്ത സമയത്തും യോഹന്നാൻ എന്തുകൊണ്ടാണ് ലേഖകന്മാരിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തി എന്നതിന്റെ കാരണം. सब लोग ध्यान दे रहे हो ना? क्योंकि यूहन्ना ने सुसमाचार की किताब, पत्रिकाएं और भविष्यवाणी की किताब, इन तीनों में अपना योगदान दी है। യോഹന്നാൻ സുവിശേഷ ഗ്രന്ഥവും ലേഖനവും ഒപ്പം പ്രവചന പുസ്തകവും ഈ ബൈബിളിൽ എഴുതുകയുണ്ടായി. അതുകൊണ്ട് बाइबल का 3 विभाजन है ये। ബൈബിൾ 3 ആയി വിഭജിക്കുന്ന വിഭജനമാണിത്. इतिहास की किताब, ചരിത്ര പുസ്തകം, और राइटिंग्स या लेखनങ്ങൾ, ലേഖനങ്ങൾ, और भविष्यवाणी। പ്രവാചക പുസ്തകങ്ങൾ.
तो ये तीन है बाइबल का मुख्य विभाजन. ഈ മൂന്നായിട്ടാണ് ബൈബിളിനെ തിരിച്ചിരിക്കുന്നത്. पुराना नियम की भाषा में बोले तो तोरा, केतुबीम, नबीम, इस प्रकार तीन भाग में बांटते हैं. പഴയ നിയമത്തിന്റെ ക്രമപ്രകാരം തോറ, കെതൂബീം, നബീം. तो ये तीन विभाजन में अपना योगदान देने वाला एक ही लेखक है बाइबल में, वो यूहन्ना है. ഈ മൂന്ന് വിഭജനങ്ങളിലും ഒരുപോലെ തന്റെ പങ്ക് വഹിച്ചിരിക്കുന്ന ലേഖകനാണ് യോഹന്നാൻ. और कोई नहीं है. വേറെ ആരുമില്ല. इसीलिए ही यूहन्ना सबसे खास लेखक है. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖകന്മാരിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ലേഖകൻ എന്ന് പറയുന്നത്. तो यूहन्ना ने हमें लिख के दिया हुआ एक विशेष बात है, हम 11वां अध्याय में से पढ़े. യോഹന്നാൻ നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഒരു പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ. गैर मसीह लोग भी इसके बारे में जानते हैं. ക്രിസ്ത്യാനികളല്ലാത്ത വ്യക്തികളും ഈ വിഷയത്തെ പറ്റി അറിയും. लाजर का जिलाया जाना, ലാസറിന്റെ ഉയർപ്പിനെ പറ്റി. उस संबंध में यीशु मसीह उस परिवार से रखा रिश्ता और मोहब्बत और लाजर को जिलाना, ये सब बातें बड़ा मशहूर है. ലാസറിന്റെ ഉയർപ്പിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ആ കുടുംബവുമായി യേശുക്രിസ്തു വെച്ചിരുന്ന അഭേദ്യമായ ബന്ധവും ലാസറിന്റെ ഉയർപ്പും പ്രാധാന്യം അറിയിക്കുന്നതാണ്. समझ में आ रहा है ना? तो इस पहला संदेश में मैं आपको उसका 40वां आयत के आधार पर एक छोटा सा संदेश पहुंचाना चाहूंगा. യോഹന്നാന്റെ സുവിശേഷം 11-ന്റെ 40-ാം വാക്യത്തെ ആധാരമാക്കി ആദ്യത്തെ സന്ദേശം നിങ്ങൾക്ക് തരുവാനായി താല്പര്യപ്പെടും. क्या मैंने तुम्हें नहीं बताया कि तू अगर विश्वास करें तो परमेश्वर की महिमा को देखने पाएगी. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. किसने कहा ये? ആരാണിത് പറഞ്ഞത്? यीशु मसीह ने. യേശു. किससे कहा? ആരോടാണ് പറഞ്ഞത്? मरियम से है कि मार्था से है? മറിയയോടാണോ മാർത്തയോടാണോ? शोभा, मार्था से. सिमरन, मार्था से. कृपा, मार्था. ജരനെ മാർത്തയെന്നോ മറിയമാണോ? മറിയം, मार्था. किसी ने देखा? वहां किससे बात हो रहा है? അവിടെ ആരോടാണ് സംസാരിക്കുന്നത്? जी, उसकी 33 है ना? 32 से. ओके, पढ़िए. ठीक है, वहां पर मरियम से बात हो रही है. ठीक है, और उसके बाद 38 ना, या 39 पढ़िए. 39. यीशु ने उससे कहा. तो यीशु मसीह यहां किससे ये 40वां वचन कहा? യേശു मार्था से.
യേശു ആരോടാണ് ഈ 40-ാം വാക്യം പറഞ്ഞത്? മാർത്ത. मरियम आई थी, मरियम से कुछ बात हुआ, उसके बाद मसीह ने कहा पत्थर हटाओ. മറിയ വന്നിരുന്നു, മറിയയുമായി സംസാരിച്ചു. അതിനുശേഷമാണ് യേശു പറഞ്ഞത് കല്ല് നീക്കുക. कि वहां का तौर तरीका था, गुफाओं में लाश को दफनाते थे. അവിടുത്തെ രീതികൾ ഗുഹയുടെ അകത്തേക്ക് ശവശരീരം വെക്കുന്ന രീതിയായിരുന്നു. इब्राहिम के पत्नी सारा के दफन के बारे में हम जानते हैं. അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ ശവസംസ്കാരത്തെ പറ്റി നമുക്കറിയാം. और हम यीशु मसीह के दफन के बारे में भी जानते हैं. യേശു ക്രിസ്തുവിന്റെ ശവസംസ്കാരവും നമുക്കറിയാം. कि पत्थर में खोद कर बनाया हुआ कब्र था मसीह का. കല്ലിനകത്തുണ്ടാക്കിയ ഒരു ഗുഹയായിരുന്നു അത്. एक गुफा था सारा के लिए इब्राहिम ने जो खरीदा था. സാറയ്ക്ക് വേണ്ടി ഇബ്രാഹിം വാങ്ങിച്ചത് ഒരു ഗുഹയായിരുന്നു. तो इधर भी उसी प्रकार एक अंतर वाला शायद एक गुफा में पत्थर में खोदा हुआ होगा. ഇവിടെയും അതുപോലെ തന്നെ കല്ലിനകത്ത് കൊത്തിയ ഒരു ഗുഹയ്ക്കകത്തായിരുന്നു ലാസറിനെ വെച്ചിരുന്നത്. इसीलिए एक पत्थर से उसको ढका था. അതുകൊണ്ടാണ് ഒരു കല്ലുകൊണ്ട് അതിനെ അടച്ചിരുന്നത്. मसीह ने कहा पत्थर हटाओ. യേശു പറഞ്ഞു കല്ല് നീക്കുവീൻ. ध्यान दे रहे हो ना? और किसी कामों में कोई ना हो, बिल्कुल ध्यानपूर्वक परमेश्वर की उपस्थिति में रहें. तो मसीह ने यहां पर कहा कि पत्थर हटाओ कब्र की मुंह से. യേശു ഇവിടെ പറയുന്നു ഗുഹാമുഖത്ത് നിന്ന് കല്ല് നീക്കുക. तब मार्था ने बोले प्रभु 4 दिन हो गया, बदबू आ रहा होगा, सड़ने लगा होगा. അപ്പോഴാണ് മാർത്ത പറഞ്ഞത് കർത്താവെ മരിച്ച് 4 ദിവസമായിരിക്കുന്നു, നാറ്റം വെച്ചിരിക്കുന്നു എന്ന്. तब उसको जवाब में मसीह ने बोला मैंने तो तुम्हें बोला ही तो था कि तू विश्वास कर तो तुम परमेश्वर की महिमा को देखेगी. അപ്പോഴാണ് യേശു മാർത്തയോട് മറുപടിയായി പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന്. इसी से जुड़ा हुआ हम सब जानने वाला और एक वचन को पढ़ेंगे. ഇതിനോട് ചേർന്നിരിക്കുന്ന നമുക്കെല്ലാം പരിചയമുള്ള വേറൊരു വാക്യം നമുക്ക് വായിക്കാം. वो मैं वचन बोलता हूं, आप रेफरेंस बोल सकते हैं. വാക്യം ഞാൻ പറയാം, റെഫറൻസ് നിങ്ങൾ പറയാം. परमेश्वर से प्रेम करने वालों को, अर्थात अपने योजना के अनुसार, हिंदी में शायद शब्द थोड़ा सा अजी पढ़ो. हाँ, रोमियो 8:28. हाँ पढ़िए आशीष. किन के लिए? यूहन्ना 11:40 में बताया विश्वास करने वालों के लिए. യോഹന്നാൻ 11:40 പറഞ്ഞ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. रोमियो 8:28 में बताता है किन के लिए? जो लोग परमेश्वर से प्रेम रखते हैं उनके लिए. റോമർ 8:28 പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. और उसी में और एक बार बात बताया है किन के लिए? അതിൽ തന്നെ വേറൊരു കാര്യവും കൂടെ പറയുന്നു. ആർക്ക് വേണ്ടിയാണ്? जो लोग परमेश्वर की इच्छा के अनुसार बुलाए गए हैं उनके लिए. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി. और एक वचन, ഒരു വാക്യം കൂടെ. पहला कुरिन्थियों 2:9. 1 കൊരിന്ത്യർ 2:9 വാക്യം. इधर भी किन के लिए परमेश्वर ने तैयार किया है? ഇവിടെയും ആർക്ക് വേണ്ടിയാണ് കർത്താവ് തയ്യാറാക്കിയിരിക്കുന്നത്? जो लोग परमेश्वर से प्रेम रखते हैं. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. और एक वचन, ഒരു വാക്യം കൂടെ. इसी वचन के मूल वचन है यशायाह 64:4, 64:4. आयशया യെശയ്യാവ് 64:4.
अच्छे से पढ़ो. हाथ सपोर्ट निकालो. हाँ. किन के लिए? जो परमेश्वर की बाट जोते हैं उनके लिए. ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. पांच बात. 5 കാര്യങ്ങൾ. उनमें से 2 तो एक ही जैसा है ना. അതിൽ നിന്ന് 2 ഏകദേശം ഒരുപോലെയാണ്. रोमियो 8 का 28 का पहला हिस्सा और 1 कुरिन्थी 2 का 9 दोनों में बताया है जो लोग परमेश्वर से प्रेम रखते हैं उनके लिए. റോമർ 8:28 1 കൊരിന്ത്യർ 2:9 തന്നെ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ന് കാണാം. तो हम इन 5 भागों को 4 में बोल सकते हैं कि परमेश्वर का एक इंतजाम. ഈ 5 കാര്യങ്ങളെയും 4 നമുക്ക് പറയാം. ദൈവം ഒരുക്കുന്നതായ വഴികൾ. परमेश्वर अपनी महिमा को प्रकट करता है. ദൈവം തന്റെ മഹത്വത്തെ പ്രകടമാക്കുന്നു. साथ में होना. परमेश्वर का इंतजाम. ദൈവത്തിന്റെ കരുതൽ किनके लिए है? ആർക്ക് വേണ്ടിയാണ്? पहला हमने जो पढ़ा विश्वास करने वालों के लिए. ആദ്യമായി നാം വായിച്ചു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. दूसरा परमेश्वर से प्रेम रखने वालों के लिए. രണ്ടാമത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. तीसरा परमेश्वर की इच्छा के अनुसार बुलाए गए लोगों के लिए. മൂന്നാമത്തേത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി. चौथा परमेश्वर की बाट जोहने वालों के लिए. നാലാമത്തേത് ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. हम इनमें से किसी झुंड में आते हैं? നാം ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പെടുന്നവരാണോ? बोलिए ना. किस में? सभी में या किसी एक में? क्यों बोलू? जोर से विश्वास करते हैं, बाकी तीनों नहीं ना. प्रेज गॉड. हमें ये चारों बातों में शामिल होना है. നമുക്ക് ഈ 4 കാര്യത്തിലും നാം ഉൾപ്പെട്ടവരായിരിക്കണം. विश्वास करने वाले, വിശ്വസിക്കുന്നവർ, प्रेम करने वाले, സ്നേഹിക്കുന്നവർ, बाट जोहने वाले, ദൈവം തനിക്ക് തന്നെ കാത്തിരിക്കുന്നവർക്കായി കാത്തിരിക്കുന്നവർ और बुलाए गए लोग. വിളിക്കപ്പെട്ടവർ. तो हम बुलाए गए तो है, നാം വിളിക്കപ്പെട്ടവരാണോ? पक्का है ना. पतरस बताता है तुम्हारे बुलाए जाने और चुन लिए जाने को सिद्ध करने के लिए यत्न करते जाओ. പത്രോസ് പറയുന്നു നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. तो परमेश्वर की तरफ से है हमें बुलाना. ദൈവം ആണ് നമ്മെ വിളിക്കുന്നത്. तो परमेश्वर ने हमें बुलाया है. ദൈവം നമ്മെ വിളിച്ചു. बिना बुलाए नहीं आए हम. നാം വിളിക്കാതെ വന്നവരല്ല. परमेश्वर ने हमें बुलाया है. ദൈവം നമ്മെ വിളിച്ചു. बुलाने से पहले एक बात हुआ था. വിളിക്കുന്നതിന് മുമ്പായി ഒരു കാര്യമുണ്ടായി. क्या था अबिता? എന്തായിരുന്നു? चुन लिया था. നമ്മെ തിരഞ്ഞെടുത്തു. तो परमेश्वर ने हमें चुना और परमेश्वर ने हमें बुलाया. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ വിളിച്ചു. उसका एक निश्चय हमें होना चाहिए. അതിന്റെ ഒരു നിശ്ചയം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. परमेश्वर के द्वारा हम बुलाए गए हैं. ദൈവത്താൽ നാം വിളിക്കപ്പെട്ടവരാണ്. अगर हमें वो निश्चय है, हमारी जिंदगी की कठिन परिस्थितियों में डगमगाने की कोई संभावना नहीं है. നാം വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള നിശ്ചയമായ ബോധ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ കഠിനകരമായ അവസ്ഥയിൽ നാം ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. हम जैसे खुदा की सेवा करने वालों को कठिन परिस्थितियों में स्थिर करते हैं, ये निश्चय है. കർത്താവിന്റെ വേല ചെയ്യുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ ഈ വചനമാണ് ധൈര്യപ്പെടുത്തുന്നത്. मैं अक्सर बोलता हूं, जब हम शादियों में जाते हैं
तो वेडिंग कार्ड भी लेकर जाते हैं, आमंत्रण पत्र भी। ഞാൻ മിക്കവാറും പറയാറുള്ളത് പോലെ വിവാഹത്തിന് പോകുമ്പോൾ വിവാഹത്തിന് തരുന്നതായ ആ കാർഡ് കൊണ്ടുപോകാറുണ്ട്. किस लिए लेके जाते हैं? എന്തിനാണ് കൊണ്ടുപോകുന്നത്? आजकल तो छापा हुआ नहीं मिलते हैं, सॉफ्ट कॉपी मिल जाता है। ഇന്ന് അച്ചടിച്ചത് കിട്ടുകയില്ല, എന്നാൽ പ്രിന്റ് അല്ലാതെ ലഭിക്കും. कुछ लोग हमें फोन से बुला लेते हैं शादी में, ചിലർ ഞങ്ങളെ ഫോണിൽ വിവാഹത്തിനായി വിളിക്കും. और उसके बाद बोलते हैं कि हम कार्ड भी आपको भेज देते हैं। അതിനുശേഷമായി വിവാഹ പത്രിക നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറയും. हम लोग बोलेंगे कोई जरूरत नहीं, बुला लिया ना उतना काफी है। അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. लेकिन मना मत करना, എന്നാൽ ഒരിക്കലും വേണ്ട എന്ന് പറയരുത്. शादी में जाने की इरादा है तो जरूर कार्ड भी मंगवा ले। വിവാഹത്തിന് പോകുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ വിവാഹ പത്രിക നിങ്ങൾ വാങ്ങണം. क्यों? എന്തുകൊണ്ട്? नहीं तो वहां दावत में बैठे होंगे तो आकर के पूछेंगे तुम दूल्हे की पक्ष की कि दुल्हन की। എന്തുകൊണ്ടെന്നാൽ വിവാഹ സൽക്കാരത്തിൽ നാം ഇരിക്കുമ്പോൾ ഒരു പക്ഷേ വന്ന് ചോദിക്കാം, പെണ്ണിന്റെ കൂട്ടത്തിൽ വന്നവരാണോ ചെറുക്കന്റെ കൂട്ടത്തിൽ വന്നവരാണോ എന്ന്. मतलब बिना बुलाए खाने पे आए क्या? വിളിക്കാതെ കഴിക്കാൻ വന്നവരാണോ എന്നാണ് ചോദ്യം. नहीं, हमें बुलाया है करके सबूत दिखाने के लिए, वहां हमारी सम्मान होने के लिए हमें ये पत्रिका की जरूरत है कि पक्का करना पड़ता कि हम बुलाए गए हैं। വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എന്നുള്ള തെളിവ് കാണിക്കുവാനായി ഈ വിവാഹ പത്രിക നമുക്ക് ആവശ്യമാണ്, വിളിച്ചിട്ട് മാത്രമാണ് വന്നതെന്ന്. उसी प्रकार परमेश्वर ने हमें बुलाया है करके निश्चय जानना है। അങ്ങനെ കർത്താവ് നമ്മെ വിളിച്ചു എന്ന് നാം നിശ്ചയമായും അറിഞ്ഞിരിക്കുക. इसीलिए पत्रिकाओं में बार बार प्रेरितों ने ये बात बताया है, बुलाए गए पवित्र लोग। അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ നാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്നത് വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന്. We are called out saints. നാം വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്. Also we are called to be saints. हम बुलाए गए पवित्र लोग भी हैं और पवित्र होने के लिए बुलाए गए भी हैं. നാം വിളിക്കപ്പെട്ട വിശുദ്ധരും വിശുദ്ധരാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരുമാണ്. समझ में आ रहा ना? മനസ്സിലായല്ലോ? तो 4 बातों में एक परमेश्वर की तरफ से है बुलावा, वो परमेश्वर ने हमें दी है. 4 കാര്യങ്ങളിൽ ഒന്ന് കർത്താവിന്റെ അടുത്തു നിന്ന് ഉള്ളതാണ്, അത് നമുക്ക് ദൈവം തന്നു. बाकी तीनों हमारी ओर से होना है. ബാക്കി 3ഉം നമ്മിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. विश्वास, प्रेम और बाट जोना. വിശ്വാസം, സ്നേഹം, കാത്തിരിപ്പ്. तो मार्था से मसीह कब्रिस्तान में खड़ा होकर बोलता है, तू विश्वास करेगी तो परमेश्वर की महिमा को देखेगी. കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു മാർത്തയോട് പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. क्या हम भी परमेश्वर की महिमा देखना चाहते हैं? നാമും ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर की महिमा का 2 मतलब है. ദൈവത്തിന്റെ മഹത്വത്തിന് 2 അർത്ഥങ്ങളുണ്ട്. एक है परमेश्वर अपनी महिमा को प्रकट करने के लिए हमारे भौतिक या मटेरियल जिंदगी की स्तर पर करने वाला कोई काम. ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായി നമ്മുടെ ഭൗമിക ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ. Yeah, something God does in our physical material realm to prove, to manifest His glory. हमारे व्यक्तिगत जिंदगी की, भौतिक जिंदगी की, शारीरिक जिंदगी की क्षेत्र में परमेश्वर का ऐसा कार्य जिसके द्वारा हम परमेश्वर की महिमा को समझ सके. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് നാം ആ മഹത്വത്തെ മനസ്സിലാക്കുവാനായിട്ടാണ്. यहां पर लाजर को प्रभु यीशु मसीह जिला रहा है. ഇവിടെ ലാസറിനെ യേശു ക്രിസ്തു ഉയർപ്പിക്കുന്നു. उसके द्वारा परमेश्वर अपनी महिमा प्रकट करना चाहता है. അതിലൂടെ കർത്താവ് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായി താല്പര്യപ്പെടുന്നു. वहां बाकी कुछ दिखने लायक कोई चमक नहीं है, അവിടെ കാണപ്പെടുന്നതായ മറ്റു യാതൊരു കാര്യങ്ങളുമില്ല. कोई प्रकाश नहीं है. അവിടെ കാണപ്പെടുന്ന വെളിച്ചങ്ങളൊന്നുമില്ല. बस मुर्दे को जिलाया.
ഒരു മരിച്ച വ്യക്തിയെ ഉയർപ്പിച്ചു. उसकी द्वारा परमेश्वर की महिमा वहां प्रकट होता है, അതിലൂടെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നു. जो हमें देखने लायक भौमिक क्षेत्र में होने वाला कोई अचंभित काम, നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്ന ഭൗമികമായ ക്ഷേത്രത്തിൽ വെളിപ്പെട്ടതായ വലിയൊരു അത്ഭുത കാര്യം, something supernatural that manifested in our natural realm. हमारे भौतिक क्षेत्र में अभौतिक अलौकिक कोई ईश्वरीय काम का प्रकटीकरण, നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ അഭൗതികമായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഒരു മഹത്വം. समझ में आ रहा है ना? विश्वास करोगे तो तुम परमेश्वर की महिमा को देखोगे. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. महिमा का दो स्तर, മഹത്വത്തിന്റെ രണ്ടവസ്ഥകൾ. उसमें पहला है जो मैंने बोला, परमेश्वर हमारे भौतिक क्षेत्र में प्रकट करने वाला अभौमिक कार्य. അതിന്റെ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭൗമിക ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അഭൗമികമായ ആശ്ചര്യം. यहां पर मुर्दा जिलाया जाना है. ഇവിടെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും. शायद हमारे जीवन में कोई असाध्य बीमारी ठीक होना है, ചിലപ്പോൾ അസാധ്യമായിരിക്കുന്ന ഒരു രോഗം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമാകുന്നതായിരിക്കും. शायद कोई असंभव कानूनी काम हमारे लिए परमेश्वर सिद्ध करना है, ചിലപ്പോൾ അസംഭവമായിരിക്കുന്ന ഒരു നിയമം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്നതായിരിക്കാം. शायद कोई असंभव लगता है ऐसा कोई एडमिशन मिलना, शादी होना, नौकरी मिलना, मकान बनना, इस तरह की भौतिक क्षेत्र का कुछ अभौमिक कार्य होगा. ചിലപ്പോൾ നാം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ചിലപ്പോൾ അഡ്മിഷൻ ആയിരിക്കാം, വിവാഹം നടക്കുന്നതായിരിക്കാം, മറ്റു ഭൗമികമായ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അങ്ങനെ ഒരു അത്ഭുതങ്ങൾ. तो इन कार्यों के द्वारा परमेश्वर अपनी महिमा को प्रकट करता ഈ है. കാര്യങ്ങളിലൂടെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. परमेश्वर की महिमा का दूसरा एक चेहरा है, ദൈവത്തിന്റെ മഹത്വത്തിന്റെ രണ്ടാമത്തെ മുഖം, that is eternal majesty of God. परमेश्वर की सनातन महिमा, ദൈവത്തിന്റെ നിത്യമായ മഹിമ. वो परमेश्वर की कार्यों के द्वारा नहीं, परमेश्वर की आस्तिकता में, पर्सन में प्रकट होता है. ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വെളിപ്പെടുത്തുന്ന മഹത്വമാണ് ആ മഹത്വം. फर्क समझ में आ रहा है ना? അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. पहला वाला हमारे व्यक्तिगत जीवन के क्षेत्रों में है. ആദ്യത്തേത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ. हम परमेश्वर को नहीं देख रहे हैं, നാം ദൈവത്തെ കാണുന്നില്ല. परमेश्वर यहाँ अनदेखी है. ഇവിടെ ദൈവം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഇവിടെ. लेकिन दूसरा क्षेत्र में हम परमेश्वर को देख रहे हैं. രണ്ടാമത്തെ ഭാഗത്തിൽ നാം ദൈവത്തെ കാണുകയാണ്. We behold God in His person. ദൈവത്തെ തന്റെ വ്യക്തിത്വത്തിൽ നാം കാണുകയാണ്. वो भी उसकी तेज में, महिमा में. അതും ദൈവത്തിന്റെ പൂർണ്ണ മഹത്വത്തോടെ. जैसे परमेश्वर ने इस्राएलियों को मिस्र से निकाल लाया, होरेब तक पहुंचाया. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കി ഹോരേബോളം കൊണ്ടുവന്നതുപോലെ वह परमेश्वर की महिमा का कौन सा हिस्सा है? पहला हिस्सा कि दूसरा हिस्सा? पहला हिस्सा. അത് ദൈവമഹത്വത്തിന്റെ ആദ്യത്തെ ഭാഗമാണ്. लेकिन वो सब हुआ होरे पहाड़ के वहां पर काफी दिन रुके रहे. मूसा एक मौका मिला तो परमेश्वर से कहा, निर्गमन 33 की 17 से लेकर के पदों में, आई वांट टू सी यूर ग्लोरी, मुझे तेरी महिमा दिखा दो. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മോശ നമുക്ക് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും, എനിക്ക് നിന്റെ മഹത്വം കാണണം എന്ന് ദൈവത്തോട് പറയുന്നു. वो कौन सा है? അതേതാണ്? दूसरा हिस्सा है. രണ്ടാമത്തെ ഭാഗം. उसमें परमेश्वर ने बोला कि मुझे अपनी महिमा के साथ कोई आदमी देखे तो फिर शरीर में
जिंदा नहीं रह सकता। അതിലാണ് മോശയോട് ദൈവം പറഞ്ഞത്, എന്നെ പൂർണ്ണ മഹത്വത്തോടെ മാനുഷിക കണ്ണുകളാൽ കണ്ടിരുന്നാൽ ആ വ്യക്തി ജീവനോടെ ഇരിക്കില്ല. तो यहाँ प्रभु यीशु मसीह, अभी समझ में आया ना, परमेश्वर की महिमा का दो जो स्तर, ദൈവമഹത്വത്തിന്റെ രണ്ട് ഭാഗങ്ങൾ മനസ്സിലായല്ലോ. यहाँ मसीह मार्था से जो कहा, इनमें से कौन सा है? ഇവിടെ യേശു മാർത്തയോട് പറഞ്ഞ ഇതിൽ ഏതാണ്? पहला वाला कि दूसरा वाला? पहला वाला है. ഒന്നാമത്തേത്. उसी बात मैं आपके लिए भी बता रहा हूं. ആ കാര്യത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പറയുവാനായിട്ട്, परमेश्वर की महिमा को हम अपने भौतिक क्षेत्र में देख पाएंगे. നാം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാനായിട്ട് കഴിയും. परमेश्वर की महिमा को परमेश्वर की आस्तिकता में देखने की बात नहीं, परंतु हमारे मटेरियल रेम में, हमारे भौतिक क्षेत्र में परमेश्वर की महिमा को देख पाएंगे. ദൈവത്തിന്റെ മഹത്വത്തെ അതിന്റെ പൂർണ്ണതയോടെ നാം കാണുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഭൗമിക ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്ന കാര്യം. കാണുന്നതിന് വേണ്ടിയിട്ടല്ലെന്നല്ല, കാണുന്നതല്ല, പകരം നമ്മുടെ വ്യക്തിപരമായ ഭൗതിക മണ്ഡലത്തിൽ ദൈവപ്രവൃത്തിയെ കാണുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. तो उसके लिए 4 बात को हमने देखा. അതിനുവേണ്ടി 4 കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. पहला, ഒന്നാമത്തേത് विश्वास करना. വിശ്വസിക്കുക. दूसरा, परमेश्वर से प्रेम करें. സ്നേഹിക്കുക. तीसरा, बाढ़ जो हैं. കാത്തിരിക്കുക. चौथा, बुलाए जाए. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. अगर ये चारों हमारे जिंदगी में लागू है, इस वचन के अनुसार मैं कलीसिया को बताना चाहूंगा कि परमेश्वर हमारे जीवन में भी अपनी महिमा को प्रकट करेंगे. ഈ 4 നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുവെങ്കിൽ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നമ്മുടെ ഭൗമിക ജീവിതത്തിൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. ऐसे क्षेत्र में परमेश्वर अपनी महिमा को प्रकट करेंगे जहां कोई उम्मीद बिल्कुल भी नहीं हो. യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങൾ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. यहां लाजर मरा. ഇവിടെ ലാസർ മരിച്ചു. मसीह ने 3 मुर्दों को जिलाया करके बाइबल बताती है. യേശുക്രിസ്തു 3 മരിച്ചവരെ ഉയർപ്പിച്ചതായി തിരുവചനത്തിൽ കാണുന്നു. पहला वाला ഒന്നാമത്തേത് कौन था? जेनिस, याईर की बेटी. യായീറിന്റെ മകൾ. वो मरे थी, शायद पूरा शरीर ठंडा भी नहीं हुआ था, उससे पहले उठाया. അവൾ മരിച്ചിരുന്നു. ഒരുപക്ഷെ ശരീരം മുഴുവനും തണുത്തില്ല, അതിനു മുമ്പേ ഉയർപ്പിച്ചു. बिस्तर पे ही पड़ी थी. കിടക്കയിൽ തന്നെയായിരുന്നു. दूसरा, രണ്ടാമത്തേത് नाइन की विधवा की बेटा. നൈനിലെ വിധവയുടെ മകൻ. वो पक्का कर दिया था, अर्थी लेकर श्मशान घाट पहुंचने वाले थे. ശവമഞ്ചത്തിൽ അവളെ കൊണ്ട് അവനെ സംസ്കരിക്കുവാനായി കൊണ്ടുപോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. मतलब ये पक्का हो गया कि वो लड़का मर गया. ആ മകൻ മരിച്ചു എന്ന് തീർച്ചപ്പെടുത്തിയിരുന്നു. लेकिन दफन नहीं किया, उससे पहले उठाया. അവളെ സംസ്കരിച്ചില്ല, അതിനു മുമ്പേ ഉയർപ്പിച്ചു. तीसरा है लाजर. മൂന്നാമത്തേത് ലാസർ. हम जानते हैं 4 दिन हो गया, നമുക്കറിയാം മരിച്ച് 4 ദിവസമായിരുന്നു. कब्र में रख दिया ഗുഹയിൽ വെച്ചിരുന്നു. और शरीर सड़ने लगा, ശരീരം ദ്രവിക്കുവാനായി തുടങ്ങി. बदबू आने लगा. നാറ്റം വെച്ച് തുടങ്ങിയിരുന്നു. तो भी अब बिल्कुल भी उम्मीद नहीं है. യാതൊരു പ്രതീക്ഷയുമില്ല. लेकिन वहां पर भी प्रभु कहता है, विश्वास करो, तुम परमेश्वर की महिमा को देखोगे. അവിടെയും ദൈവം യേശു പറയുന്നു, വിശ്വസിക്കുക, എന്നാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. इसी तरह मरकर सड़कर बदबूदार हुआ, अब कोई उम्मीद ही नहीं, ऐसी क्षेत्रों में भी
परमेश्वर अपनी महिमा को प्रकट कर सकता है। ഇപ്രകാരം തന്നെ മരിച്ച് ദ്രവിച്ച് നാറ്റം വെച്ച വിഷയങ്ങളിലും കർത്താവ് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. ये हमारे भौतिक जिंदगी का क्षेत्र है, ഇത് നമ്മുടെ ഭൗമിക ജീവിതത്തിന്റെ ക്ഷേത്രമാണ്. पारिवारिक जिंदगी का हो, കുടുംബ ജീവിതത്തിലോ, नौकरी की औपचारिक औद्योगिक जीवन का हो, നമ്മുടെ ജോലി സംബന്ധമായ ജീവിതമായാലും, और हमारे पढ़ाई की क्षेत्र हो, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലോ, इन हर एक क्षेत्रों में भी असंभव लगने वाले क्षेत्रों में परमेश्वर अपनी महिमा, अपनी जलवा को प्रकट कर ഈ सकता എല്ലാ है। മേഖലയിലും സംഭവിക്കയില്ല എന്ന് നാം ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. क्योंकि हमारे परमेश्वर असंभव को संभव करने वाला है। എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം സാധ്യമാകാതെ ഇരിക്കും എന്ന് നാം ചിന്തിക്കുന്നതിനെ സാധ്യമാക്കി തീർക്കുന്നവനാണ്. मेरे साथ है तो विश्वास करो। വിശ്വസിക്കുക. मैं अब शायद हम सुने नहीं होंगे, शायद सुनेंगे तो विश्वास भी नहीं कर सकते होंगे, ऐसा एक बात और बोलकर समाप्त करूंगा। ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം, കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുകയില്ലായിരിക്കാം. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. कुछ साल पहले उल्लासनगर में एक सेवकाई के लिए मैं जा रहा था, तब मुझे सिखाया और बीच बीच में मुझे याद दिलाया, आज खास तौर पर याद दिलाया एक बात है। കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉല്ലാസ് നഗറിൽ ഒരു ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന വഴിയിൽ ദൈവം എന്നെ പഠിപ്പിച്ചതും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കുകയും ഇന്നും എന്നെ പഠിപ്പിക്കുകയും ചെയ്തതായൊരു വിഷയം. परमेश्वर अपनी महिमा को प्रकट करने के लिए पाप को भी इस्तेमाल करता है। ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായി പാപത്തെ പോലും ഉപയോഗപ്പെടുത്തും. Even through and by sin, God manifests His majesty in the lives of people who believe, who are called, who wait upon the Lord and who love Him. ये चार रीति में बुलाए गए लोग परमेश्वर पर विश्वास करने, प्रेम करने और बाट जोड़ने वाले लोगों के लिए परमेश्वर की महिमा पाप के द्वारा भी, कुछ लोगों के पाप के द्वारा भी प्रकट करने के लिए सक्षम है हमारे परमेश्वर। മുൻപ് പറഞ്ഞതായ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പാപത്തിലൂടെയും परमेश्वर की महिमा को परमेश्वर हमारे लिए प्रकट कर सकता है। ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കും. समझ में आया क्या? नहीं आया? आया है। मतलब ऐसा कोई प्रूफ बाइबल से समझ में आया तो? ബൈബിളിൽ നിന്ന് അതിന് എന്തെങ്കിലും തെളിവ് തരാവോ? ये केवल एक विचार नहीं बता रहा हूं, बाइबल की बात है, बाइबल की व्याख्या कर रहा हूं मैं। മനസ്സിൽ വന്ന ഒരു ചിന്തയല്ല, ദൈവവചനത്തിലൂടെയാണ് പറയുന്നത്. हाँ, शोभा ने बोली, बोलो बोलो, जोर से बोलो, गलत हो तो भी कोई बात नहीं, बोलो। नहीं, वो नहीं, वो उसको प्रभु ने क्षमा किया था। नहीं, याकूब का पाप को परमेश्वर ने इस्तेमाल नहीं किया। शिमशोन नहीं, कई बातें हैं, उसमें से एक मैं आपको बताता हूं, एक या एक दो को मैं आपको बस सूचित करता हूं। അനേക കാര്യങ്ങളുണ്ട്, അതിലെ 1-2 കാര്യങ്ങൾ പറയാം. एक है फिरौन और इस्राएल की छुटकारा। ഒന്നാമത്തേത് ഫറവോനും ഇസ്രായേൽ ജനത്തിന്റെ വിടുതലും. फिरौन ने क्या किया? पाप किया। ഫറവോൻ പാപം ചെയ്തു. कैसे? എങ്ങനെയാണ്? पहले तो इस्राएल सहित काफी सारे लोगों को गुलाम बनाया, उनके साथ अन्याय किया, ऐसे पाप की। ആദ്യമായി ഇസ്രായേൽ ഉൾപ്പെട്ടതായ ജനത്തെ അടിമകളാക്കി അവരുടെ കൂടെ അന്യായം ചെയ്യുകയുണ്ടായി. और
दूसरी बात, परमेश्वर ने उसको इस्राएलियों को छोड़ने की आदेश दिया, लेकिन उसने माना नहीं. രണ്ടാമത്തേത് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാനായി ദൈവം പറഞ്ഞിട്ടും വിട്ടില്ല. अनाज्ञाकारिता. അനുസരണക്കേട്. तीसरा, മൂന്നാമത്തേത് उसने कई बार बोला इस बार और प्रार्थना करो, अब मैं छोड़ देता हूं. उसने क्या किया? विश्वासघात किया. അനേകം പ്രാവശ്യം ഫറവോൻ പറയുകയുണ്ടായി, ഒരു പ്രാവശ്യം കൂടെ വിടുവിക്കുവാനായി പ്രാർത്ഥിക്കുക. വിശ്വാസ വഞ്ചനയാണ് അവിടെ ചെയ്തത്. अगला पाप उसने क्या किया? അടുത്ത പാപം എന്താണ് ചെയ്തത്? परमेश्वर से बलवा किया. ദൈവത്തോട് മത്സരിച്ചു. और इसीलिए बोलते हैं उसने अपने मन को कठोर कर दिया. അതുകൊണ്ടാണ് ബൈബിളിൽ കാണുന്നത് ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ये सब बातें फिरौन का पाप था. ഇതെല്ലാമായിരുന്നു ഫറവോന്റെ പാപം. अंतिम तौर पर उसका पाप था इस्राएलियों को जाओ जाओ सबके सब जाओ बोला, जाने के बाद फिर पीछा कर दिया. അവസാനമായി ചെയ്ത പാപമാണ് ഇസ്രായേൽ ജനത്തോട് പോകുക, എല്ലാവരും വിട്ടുപോകുക എന്ന് പറഞ്ഞതിന് ശേഷം അവർ പോയതിനു ശേഷം അവരെ പിൻചെന്നു. शायद उनकी बेटे का दफन भी नहीं हुआ, उससे पहले इस्राएलियों को नाश करने के लिए निकल पड़े. സ്വന്തം മകന്റെ സംസ്കാരം പോലും ചെയ്യാതെ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാനായി പുറപ്പെട്ടു. क्योंकि पहलौठा मारे गए हैं. എന്തുകൊണ്ടെന്നാൽ ആദ്യ സന്താനങ്ങളാണ് അവിടെ മരിച്ചത്. उन समय में हमारे अभी के जैसे कोई न्यूक्लियर फैमिलीज नहीं है, पति पत्नी बच्चे ही नहीं. അന്ന് ഇന്നത്തെ സംസ്കാരം പോലെ ചെറിയ കുടുംബമായിരുന്നില്ല. उस समय बड़े बड़े परिवार थे. വലിയ വലിയ കുടുംബങ്ങളായിരുന്നു ആ സമയത്ത്. उसमें से शायद दादा होगा, वो दादा उनकी पापा को पहला बेटा है तो वो मर जाएगा. ഒരുപക്ഷെ അതിൽ വല്യപ്പനായിരിക്കും. വല്യപ്പൻ ആ കുടുംബത്തിലെ മൂത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മരിച്ചു. उनका पहला बेटा जो है वो मरेगा. അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ മരിച്ചു. उनकी बेटे का पहला बेटा मरेगा. ആ മകന്റെ മൂത്ത പുത്രൻ വീണ്ടും മരിക്കുന്നു. इस तरह एक ही घर के अंदर कई पहलौठे होंगे. അങ്ങനെ ഒരേ കുടുംബത്തിൽ ആദ്യ മൂത്ത പുത്രന്മാരായി അനേകരുണ്ട്. वो सारे पहलौठे मर गए. അങ്ങനെയുള്ള എല്ലാവരും മരിച്ചു. हर परिवार में मरे. എല്ലാ കുടുംബങ്ങളിലും മരിച്ചു. शायद उनकी दफन भी नहीं हुआ, उससे पहले इस्राएल के पीछे पड़ गए वे लोग. അവരെ സംസ്കരിക്കുന്നതിന് മുമ്പേ ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. देखा फिरौन की पाप, ഫറവോന്റെ പാപം. पाप करता गया, പാപം ചെയ്തുകൊണ്ടേയിരുന്നു. लेकिन उसकी पापों को परमेश्वर ने अपनी महिमा को प्रकट करने के लिए इस्तेमाल किया. എന്നാൽ ഫറവോന്റെ പാപത്തെ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി ദൈവം ഉപയോഗിച്ചു. फिरौन की पाप को अपने बुलाए गए लोगों के छुटकारा के लिए परमेश्वर ने इस्तेमाल किया. ഫറവോന്റെ പാപത്തെ താൻ വിളിക്കപ്പെട്ടതായ തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. समझ में आ रहा है? और एक दृष्टांत है एस्थेर. അടുത്തൊരു ഉദാഹരണമാണ് എസ്തർ. राजा कौन था उस समय? രാജാവാരായിരുന്നു? इंग्लिश में हिंदी में मुंह में आना थोड़ा मुश्किल है वो नाम ना. हाँ, तो वो लोग पी खा करके बैठे थे, अपनी शायद विश्व सुंदरी पत्नी की सुंदरता को दिखाने के लिए पत्नी को बुलाया. രാജാവ് കുടിച്ച് മതോന്മത്തനായി തന്റെ സുന്ദരിയായ ഭാര്യയെ കാണിക്കുവാനായി തയ്യാറോടെയിരുന്നു. लेकिन वो आई नहीं, എന്നാൽ അവൾ വന്നില്ല. इसीलिए उसको निकाल दिया. അതുകൊണ്ട് അവളെ ആ രാജ്ഞി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു. वो राजा का पियक्कड़पन, രാജാവിന്റെ മദ്യപാനം, उसकी पत्नी की बलवापन, ഭാര്യയുടെ മത്സരം, और ये सारे पाप मिलाकर परमेश्वर की महिमा को प्रकट किया. ഈ പാപങ്ങളെല്ലാം കൂടെ ചേർത്ത് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി. कैसे? എങ്ങനെ? एक अनाथ लड़की एस्थेर को राजा की पत्नी होने देकर तद्वारा शैतान ने यहूदियों पर, इस्राएलियों पर रचा षड्यंत्र को मूल से ही काट कर परमेश्वर अपनी महिमा को
प्रकट किया है। അനാഥയായ എസ്തേറിനെ രാജ്ഞിയാക്കിക്കൊണ്ട് പിശാച് തന്റെ ജനത്തെ നശിപ്പിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന തന്ത്രത്തെ അതിനെ വേരോടെ പറിച്ചു കളഞ്ഞു. अभी समझ में आया? मनुष्यों के पाप को भी परमेश्वर अपनी महिमा की प्रगटीकरण के लिए इस्तेमाल करता है. ദൈവം തന്റെ മഹത്വത്തിന്റെ വെളിപ്പെടുത്തലിനായി മനുഷ്യന്റെ പാപത്തെയും ഉപയോഗിക്കുന്നു. औरों के पापों को परमेश्वर अपने लोगों की छुटकारा के लिए इस्तेमाल करते हैं. മറ്റു മനുഷ്യരുടെ പാപങ്ങളെ ദൈവം തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുന്നു. उस प्रकार प्यारो किसी लोग मेरे और आपके विरोध में अवैध कार्यों को भी करें, उनकी पाप की कार्यों को भी हमारे जिंदगी की छुटकारा के लिए और परमेश्वर की महिमा के लिए परमेश्वर इस्तेमाल करेंगे. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മൾക്കെതിരായി പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനായി ദൈവം പ്രവർത്തിക്കും. इसलिए है रोमियो 9 अध्याय में पौलुस कहता है फिरौन के बारे में कि मैंने तुम्हें अपनी महिमा को प्रकट करने के लिए खड़ा किया है. അതുകൊണ്ടാണ് റോമാലേഖനം 9 അധ്യായത്തിൽ പറയുന്നത് ഫറവോനോട്, ഞാൻ നിന്നെ എന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനായി നിർത്തിയെന്ന്. प्यारो, परमेश्वर की कलीसिया के विरोध में व्यक्तिगत तौर पर प्रभु के प्रियजन मेरे और आपके विरोध में लोगों को शायद परमेश्वर अनुमति देंगे कि गलत करें, लेकिन उसकी द्वारा भी परमेश्वर की जलवा प्रकट होगा. ദൈവസഭയ്ക്കെതിരായും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനെതിരായും പാപം ചെയ്യുവാനായി ദൈവം ചിലരെ ഒരുപക്ഷെ ഉപയോഗിക്കുമെങ്കിലും അതിലൂടെയും ദൈവം തന്റെ മഹത്വത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ऐसी परिस्थितियों से होकर गुजरने वाले इस बात को जान ले, मनुष्य की पाप भी परमेश्वर की महिमा को प्रस्तुत करती है. അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകലിൽ കേൾക്കുക, മനുഷ്യന്റെ പാപവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് കാരണമാകും. 5 बात. 5 കാര്യങ്ങൾ. पहला 4 तो हमने देखा, ആദ്യത്തെ 4 നാം കാണുകയുണ്ടായി. उनमें से 3 हमारे व्यक्तिगत है, അതിലെ 3 നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ളത്. चौथा परमेश्वर की ओर से आता है, 4ാമത്തേത് ദൈവത്തിൽ നിന്നുള്ളത്. 5वां औरों की जिंदगी की बात, 5ാമത്തേത് മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ളത്. कि वे पाप करें लेकिन परमेश्वर अपनी महिमा को प्रकट करे. അവർ പാപം ചെയ്താൽ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. कई बार बाइबल में ऐसे हुआ है. അനേകം തവണ തിരുവചനത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. हाँ, हमारी जिंदगी में भी परमेश्वर ऐसे ही करेंगे. തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം അപ്രകാരം തന്നെ ചെയ്യും. इसीलिए ये प्रार्थना है कि इन दिनों में परमेश्वर हमारी जिंदगी की क्षेत्रों में अपनी महिमा को प्रकट करे. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭൗമിക ക്ഷേത്രത്തിലും ദൈവം ഇപ്രകാരം തന്നെ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തട്ടെ. असंभव को देख करके घबराए नहीं. അസംഭവത്തെ നോക്കിക്കൊണ്ട് നാം ഒരിക്കലും ഭ്രമിച്ചു പോകരുത്. सड़े हुए बातों को देख करके उम्मीद ना छोड़े. അഴുകി നാറിയ വിഷയത്തെ കണ്ടുകൊണ്ട് നാം ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ കൈവിടരുത്. उसमें से भी जान लाने वाला सृजनहारा हमारे साथ है. അഴുകിയ അവസ്ഥയിലും ജീവൻ കൊണ്ടുവരുന്നതിനാണ് നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം. हालेलुया. क्योंकि वो खुद ही मुर्दों में से जी उठा है. എന്തുകൊണ്ടെന്നാൽ അവൻ സ്വയം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. मृत्यु को उसने हराया, മരണത്തെ തോൽപ്പിച്ചു, सड़ाहट को हराया, ദ്രവത്വത്തെ തോൽപ്പിച്ചു, वो शैतान को हराया, പിശാചിനെ തോൽപ്പിച്ചു, प्राकृतिक शक्तियों को हराया, പ്രകൃതിയുള്ള എല്ലാ ശക്തികളെയും തോൽപ്പിച്ചു, धार्मिक और राजनीतिक शक्तियों को भी मसीह ने परास्त किया है. രാഷ്ട്രീയവും ധാർമ്മികവുമായ എല്ലാ വിഷയങ്ങളെയും ദൈവം തോൽപ്പിച്ചു. वही हमारे हाथों को थामा है, അവനാണ് നമ്മുടെ കരങ്ങളെ പിടിച്ചിരിക്കുന്നത്. वही हमें अपने हाथों हाथ उठा लेता है. അവനാണ് നമ്മളെ കരങ്ങളിൽ എടുത്ത് വഹിക്കുന്നത്. इसीलिए चिंता ना करें, विश्वास करें, परमेश्वर की महिमा को देखें. परमेश्वर इन वचनों के द्वारा हमें आशीष दे. അതുകൊണ്ട് വിചാരപ്പെടരുത്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണാം. ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.